ഇതിന്റെ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ഭയങ്കര മോശം. മോയ്ക്കുന്ന ഒരു തരി പോലും അവിടെ സാരി വാങ്ങിക്കല എല്ലാം പിന്നി പോകും. ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് കേരള തനിമയിൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു. പൊളിച്ചിട്ടാ ഓക്കെ. ചെറുതൊരു സൈഡിൽ ശരി വേണ്ട വേണ്ട അത് വേണ്ട അത് വേണ്ട. ശരി സൈഡിലോട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവായിരുന്നു. ആ ചോദ്യത്തിനോട് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ലല്ലോ. പിണക്കമുള്ളവര് ഇത് വരില്ല, മനസ്സിലായില്ലേ? ആ പിണക്കമുള്ളവര് പക്ഷെ ഞങ്ങൾക്ക് മറ്റേ നന്മ മരങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പിണക്കും വഴക്കൊന്നും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അത് മോള് പറഞ്ഞിട്ട് കേറിട്ടോ രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ലേ? ഞാൻ പറഞ്ഞതാ. അത് കഴിഞ്ഞു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു ഇഷ്യൂസും ആരുമായിട്ടുമില്ല. അതുകൊണ്ട് സഹകരിക്കുന്നു പോണം. അങ്ങനെയല്ല മനുഷ്യന്മാരില്ലേ. ഇനി കുറച്ചു നേരം ഇത്ര നേരം ഞാൻ കുറച്ച് ആലോചിച്ചില്ലേ, എന്റെ ഡാൻസർ ബാക്കിനെ പറ്റിട്ട് ഒന്നും പറയൂ, ആരെങ്കിലും ഒന്ന് ചോദിക്കൂ, പറയൂ. സമയമായിരുന്നു ഞാൻ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ഭയങ്കര മോശം. മോയ്ക്കുന്ന ഒരു തരി പോലും അവിടെ സാരി വാങ്ങിക്കല എല്ലാം പിന്നി പോകും. ഇവിടെ ഡാൻസ് ധമാക്ക അടിപൊളിയായിരുന്നു ഗൈസ്. അതില് അവൻ പെണ്ണിന്റെ ഒരു വേഷമൊക്കെ ഇട്ടിട്ട് വന്ന് അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ, ഇനി വെറുതെ പിന്നെ ബാക്കി പറ്റും. മോയ്ക്ക് എന്ന് പറഞ്ഞ പ്രാണിയെ പറ്റുന്ന ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ടിട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. ബട്ട് ഇറ്റ്സ് വെരി നൈസ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പെട്ടെന്നൊരു. പക്ഷെ ഇത് മോയ്ക്കിന്റെ അല്ല, പക്ഷെ മോയ്ക്ക് തന്ന പൈസ. അതെ, ഇത് എന്റെ സ്പോൺസർഷിപ്പ്. അപ്പൊ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആദ്യം മാറുമെന്ന് അറിയാമല്ലോ. ഇല്ല ഇല്ല, മാറിയിട്ട് കാര്യമില്ല. നൂന് പറഞ്ഞയച്ചു. ഇപ്പൊ നൂമിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഉണ്ടല്ലോ ബ്രദറായിട്ട്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ നൂബിളി. ഇപ്പൊ എല്ലാവരും പറയുന്നത് നൂബിന്റെ ബിന്നിയുടെ പിറക്കാണ്ട് പോയ മകനായിരുന്നു. ശരി, അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ഹാപ്പി ഓണം അഡ്വാൻസ്. നിങ്ങളിങ്ങനെ അങ്ങോട്ട് വീഴല്ലേ കേട്ടോ ഇങ്ങനെ നടന്ന്. നിങ്ങൾ വിട്ടാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, ശരി, ബൈ. ഇവിടെ ചേട്ടൻ ഫോട്ടോ എടുക്കും, ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യും. അകത്ത് പോകട്ടെ, കണ്ടുണ്ട്. നീ എന്റെ വായില് എവിടെ പോയി? എക്സ്ക്യൂസ് മീ, അവിടെ നിക്ക്, വാ ഇങ്ങോട്ട്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു. വാ, ആ പച്ചക്കുട്ടിനെ അങ്ങോട്ട് വിളിക്കുക, സാറിനെ വിളിക്കുക.
നിങ്ങൾ തന്നെ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കണ്ടിട്ടൊന്നും വേണ്ട ബിക്കോസ് ഇത് ഇവർ ഡിസേർവിങ് ആണ്. ഇവരാണ് നേരത്തെ ഡാൻസ് കളിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് എന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും there is nothing. This is actually they are living with their അതുപോലെ ടാലന്റ്. അങ്ങനെയുള്ളവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു നിമിഷം പറയാമല്ലോ, എനിക്ക് പൊതുവെ എന്നെക്കാട്ടി നന്നായി ഡാൻസ് കളിക്കുന്നവരെ കാണുമ്പോൾ പൊതുവെ എനിക്ക് അസൂയ കുശുമ്പോൾ വരും. മനുഷ്യരാണ് ബേസിക്കലി, എനിക്ക് അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷേ ഞാൻ ഒരു നിമിഷം അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. തമ്പിച്ച് നിന്നുപോയി ഒരു നിമിഷത്തേക്ക്. സ്റ്റുഡിയോയുടെ പേര് നടക്കുകയും പറ്റില്ല. വൈകാണ്ട് തന്നെ ഞാൻ പാഴ്സലാണ്. ഞാനിപ്പോ ഡാൻസ് ബാക്കിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഡാൻസ് പ്രൊമോട്ട് ചെയ്യണ്ടല്ലേ. പച്ച എവിടെ? പച്ച സോം ചെയ്യും. വൈകാണ്ട് അനുമോണ്ട ആ വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. എനിക്ക് പേഴ്സണലി അറിയാലോ ഒരാളുടെ സ്വാഗ്. ലവ് ദാറ്റ്. ഹാപ്പി